നല്ല മണം. എന്താണ് കുറേ നാളിന് ശേഷം എൻ്റെ മൂക്കൊന്ന് തുറന്നു. കുറേ ദിവസമായി, ഒരാഴ്ചൻ്റെ മുകളിലായി. എന്താ സൗണ്ട് ഇല്ല, മണമില്ല, ടേസ്റ്റ് ഇല്ല. ഇത് യൂക്കാലി ലീഫാണ്. ആ ലീഫ് വെച്ചിട്ട് ആവി കൊള്ളിക്കാം. നല്ല മണം. എപ്പോഴാണ് മണക്ക് വരുന്നത്? സൗണ്ട്, എൻ്റെ സൗണ്ട് കിട്ടാനായിട്ട് ഭയങ്കര ഒരു എനിക്കെന്തോ പോലെയായിരുന്നു. ആ ലീഫൊന്ന് വേണം. ഈ ഒരു ലീഫ് അതാണ് ഇപ്പം ഇതിൽ കിടക്കണേ. ഈ ലീഫ് ഇട്ടിട്ട് ആവി ഒളിക്കുകയാണെങ്കിൽ അടഞ്ഞ മൂക്ക് ജലദോഷമൊക്കെ മാറുന്ന പറയുന്നത്. കാരണം ഞാൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതാ ഈ വെജിറ്റബിൾസ് ഇതൊക്കെ ഫ്രഷായിട്ട് ഫാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ്. ഇതും എവിടുന്ന് കിട്ടിയെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനിയുണ്ട്, വേറെ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ആവി പിടിക്കുന്ന ആ സ്റ്റീമറിലിട്ടിട്ട് ഒരു എഫക്റ്റ് വരുന്നില്ല. അതപ്പോൾ ഇങ്ങനെ ആക്കണേ. ഇപ്പോൾ വെച്ചിട്ട് നീ ഇതുണ്ടാക്കണോ, പേരി ഉണ്ടാക്കണോ? സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ വെജിറ്റബിൾസ് വെച്ചിട്ട്. മതില്ലേ? അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയിലോട്ട് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു അപ്പം റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ചൂട് വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ നല്ലൊരു മാവ് പരുവത്തിലായി കിട്ടും കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കട്ടകളൊന്നും കൂടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1 കപ്പ് അരിപ്പൊടിയിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് നേരെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവ് ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ അളവൊന്നും വിട്ടു പോകണ്ട. അതുപോലെ തന്നെ നമ്മൾ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് സാദാ വെള്ളം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേറൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സെയിം അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് നമുക്ക് മിക്സ് ചെയ്തിട്ട്, കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചോളൂ. ഓക്കെ, 1/4 കപ്പ് അരിപ്പൊടിയിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, മാവിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക, ഒരുപാട് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. ഇത് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് എണ്ണ തടവേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പച്ചട്ടിയിൽ നേരെ, അപ്പച്ചട്ടി നല്ല ചൂടുണ്ടായിരിക്കണം, അതിലോട്ട് നേരെ ഒഴിക്കുക, അപ്പം പോലെ ചുറ്റിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അടച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് നല്ല ഭംഗിയുള്ള അപ്പമായിട്ട് കിട്ടും. പിന്നെ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പായിട്ടുള്ള വക്കൊക്കെ ഇങ്ങനെ മുരർത്ത പോലെയൊക്കെ വരും. ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ദോശയില്ലേ, നീർദോശയൊക്കെ അതുപോലെ കിട്ടും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല തിന്നായിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മറ്റേ അപ്പം ഇല്ലേ, അതിൻ്റെ പോലെ പുളിപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പം ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ തിങ്ക് ചെയ്ത് വെക്കേണ്ടി വരും. ഇന്ന് അപ്പം ഉണ്ടാക്കണം എന്നൊക്കെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പം റെസിപ്പിയാണത്. അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ നമുക്കതിൽ ഈസ്റ്റോ അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല.
നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ചോറോ ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ, മുട്ട മാത്രം നിർബന്ധമുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തേങ്ങ ചെരുവിയത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചെരുവിയത് പഞ്ചസാരയൊക്കെ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ബൗളിൽ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്തില്ലേ, അതും ചേർക്കണം. അത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ചേർക്കരുത്. ബ്ലെൻഡ് ചെയ്ത ശേഷം മാവിലോട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂട്ടും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ വെള്ളപ്പം ആ ഒരു ടെക്സ്ചറും അല്ല, ആ ഒരു ടേസ്റ്റും അല്ല, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ നല്ല ടേസ്റ്റിലുള്ളൊരു ദോശയോ അപ്പോ എന്തും വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ട്രൈ ചെയ്യാട്ടോ. അത് മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സും അറിയിക്കണം കേട്ടോ. യുഎയിൽ ആഫ്റ്റർ ഡെലിവറി കെയർ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. നമ്മൾ ഡെലിവറി ഭയങ്കര എളുപ്പമാണ് ഇവിടെ യുഎയിൽ, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരെ നമ്മൾ വീട്ടിൽ കിട്ടാനും അമ്മേനെയും കുഞ്ഞിനെയും കുളിപ്പിക്കാനും ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സ്ഥാപനമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് ആയുഷ് കോട്ടക്കൽ ആയുർവേദിക് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ അമ്മനെയും കുഞ്ഞിനെയും കുളിപ്പിക്കാനും അതുപോലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂട്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവർക്ക് ഹോം സർവീസും അവൈലബിൾ ആട്ടോ. ഈ ഒരു സെൻറ്റർ ഉള്ളത് അജ്മാനിലാണ്, പക്ഷേ യുഎയിലെ എല്ലാ എമിറേറ്റ്സിലും ഇവർക്ക് ഹോം സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചറിയാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇത് എന്താ പറയുക, ആയുഷ് കോട്ടക്കൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അങ്ങനത്തെ നല്ലൊരു ആംബിയൻസിലാണ് ഈ ഒരു ആയുഷ് കോട്ടക്കൽ ഉള്ളത് കേട്ടോ. കുട്ടിയൊക്കെ ബേബി ബാത്ത്. പിന്നെ ഇത് നമ്മൾ മരത്തിൻ്റെ പാത്തി. ഇത് നമ്മൾ ശിരോധാരയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാപ്പോട്ടാണ്. അതായത് തലയിലേക്ക് മരുന്ന് ഒഴിക്കുന്നത്. ഇവിടെ കിടന്നിട്ട് ഹെഡ് ഇവിടെ വരും. പ്രസവിച്ചെടുക്കുമ്പോഴൊക്കെ ഉണ്ട്. അവർക്ക് ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് വാഷ്റൂമോ? ഇത് സ്റ്റീം വരുന്നത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനകത്ത് ഇങ്ങനെ കയറാം. ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഡോർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ വേറെ 2 ട്രീറ്റ്മെന്റ് റൂം ഉള്ളതല്ലേ? നെല്ലിക്ക നമ്മൾ കഴിക്കുന്ന നെല്ലിക്ക ഉണക്കനെല്ലിക്ക ധാര ചെയ്യുമ്പോൾ തക്രധാര എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ധാര ചെയ്യുമ്പോൾ അവസാനം നമ്മൾ തല കഴുകുന്ന ഇതുണ്ട്. നല്ല തലയ്ക്ക് നല്ല തണുപ്പുമാണ്. അപ്പൊ അതിന് യൂസ് ചെയ്യുക, അല്ലാതെ വേറെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുക. പൊടിക്കിഴി ഇത് തഴുതാമ, ഇത് മുത്തങ്ങ. തഴുതാമ എല്ലാം കേട്ടിട്ടുണ്ട്. ഇത് മുത്തങ്ങ. അയ്യോ സോറി. ഇത് നമ്മൾ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന നസ്യൻ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുക. മൂക്കിലോട്ടല്ലേ? മെഡിസിൻസ് ഒക്കെ അരയ്ക്കാനും ഗുളികകളൊക്കെ അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് അകത്തിക്കൂരുമാണ്. നമ്മൾ ഈ സ്റ്റീമിലേക്കൊക്കെ നമ്മളെ ബോഡിയിലുള്ള നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് അകത്തിക്കൂരു. അകത്തിക്കുരു. അകത്തിക്കൂരു ഇത് നമ്മൾ കിഴി കെട്ടിയിട്ടും ഉണ്ടാവില്ല. ഇതും പിയവും കൂടെ മിക്സ് ചെയ്തിട്ട് പരുത്തിക്കൂരെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കിഴി കെട്ടിയിട്ടിട്ടായി സ്റ്റീം ബോക്സിൽ. വേറെ ട്രീറ്റ്മെന്റ് റൂം അല്ലേ? നമുക്കിവിടെ 3 ട്രീറ്റ്മെന്റ് റൂമുകളാണ് വരുന്നത്. അതിൽ ഒന്നിൽ നമ്മൾ മെയിൻലി അപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബോഡി മസാജിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ബോഡി മസാജിനുള്ള ബെഡ് ടൈപ്പിലാണ് നമുക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ നോർമലി ട്രീറ്റ്മെന്റ് ബേസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാർട്ടിയാണ് നമുക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നേരത്തെ മാം പറഞ്ഞല്ലോ ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇത് കൺസൾട്ടേഷൻ റൂം അല്ലേ? കൺസൾട്ടേഷൻ. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി കെയറിന് മാം കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഒരു പ്രസവത്തിന് മുമ്പേ വന്നൊന്ന് കണ്ടാൽ അവരെ ബോഡി നേച്ചർ എല്ലാം മനസ്സിലാവുമല്ലോ. അപ്പൊ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഹോം സർവീസ് ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് വരുവാണെങ്കിലും നമുക്ക് ഡെയിലി കാണാമല്ലോ ഇവിടുന്ന്. ഇനി ഹോം സർവീസ് ആണെങ്കിൽ ഇവർ പോകുമ്പോൾ എല്ലാ വിവരങ്ങളും നമ്മളോട് അറിയിക്കും. ആദ്യം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോവുകയും ചെയ്യും. ഓക്കെ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഡോക്ടറെ കോൾ ചെയ്തിട്ട് കൊടുക്കും പേഷ്യൻസിന്. അപ്പൊ അവര് ഡോക്ടറായിട്ട് എന്നും നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ ചെയ്തിട്ട് ഡോക്ടർക്ക് കൊടുക്കും. ഓക്കെ.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ആഫ്റ്റർ ഡെലിവറി കെയർ, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ നാട്ടുവൈദ്യ ചികിത്സയും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ ഡോക്ടറോട് ചോദിച്ചറിയാം. സ്മിത എന്നാണ് മാമിൻ്റെ പേര്. മാം, എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് അവിടെ ഉള്ളത്? നമ്മൾ ആയുർവേദ സംബന്ധമായ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുക്കും. പഞ്ചകർമ്മ, പിന്നെ പോസ്റ്റ് ഡെലിവറി കെയർ ഉണ്ട്. അതായത് നമ്മൾ നാട്ടിലൊരു പ്രസവിച്ച സ്ത്രീക്കും കുഞ്ഞിനും നാട്ടിൽ നമുക്ക് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുമോ അതെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ട് തെറാപ്പിസ്റ്റ് ഉണ്ട്, നാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുള്ള എല്ലാ മരുന്നുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് ചെയ്തു കൊടുക്കും, ഇവിടെ വന്നിട്ടും ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്പോൾ ഡെയിലി വീട്ടിൽ പോയിട്ട് ഡെയിലി വീട്ടിൽ പോയി ചെയ്യും. നമുക്ക് ഇവിടുന്ന് ഹോം സർവീസ് എല്ലാം ഉണ്ട്. പിന്നെ അതായത് ഇപ്പം അജ്മാനിലാണല്ലോ ഇത് ഉള്ളത്. അപ്പം അജ്മാൻ ഭാഗത്താണോ പോകുന്നത്? അല്ല, നമ്മള് ദുബായ് ഉണ്ട്, എല്ലാ എമിറേറ്റ്സിലും ഉണ്ട്. ദുബായിലേക്ക് ഷാർജ, ഉമുൽ ഖൈൻ, റാസൽ ഖൈമ ഇത്രയും സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അബുദാബിയിലേക്ക് കുറച്ച് ദൂരം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ അത് അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്മയെ കുളിപ്പിക്കാനായാലും കുഞ്ഞിന് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ. ഇവിടേക്ക് വരുവാണെങ്കിൽ എത്ര ഹവേഴ്സ് എടുക്കും ഈ ഒരു ട്രീറ്റ്മെന്റ്? ഇതിപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ആണെങ്കിൽ ഒരു 2.25 മണിക്കൂർ എടുക്കും. കാരണം ഉഴിച്ചിലുണ്ട്, അമ്മയ്ക്ക് പ്രസവിച്ച അമ്മയ്ക്ക് അതിന് ഉഴിച്ചിലുണ്ട്, കിഴിയുണ്ട്, പിന്നെ അവർക്ക് ആവശ്യമായ ഫേഷ്യൽ, അതായത് ഹെർബൽ ഫേഷ്യൽ, ഹെയർ ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ അവർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഒരു കൗൺസിലിങ്ങും കൊടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുക്കും. കുഞ്ഞിന് എണ്ണ തേച്ച് കുളിപ്പിക്കുക, അത്രേ കുഞ്ഞിനേ ഉള്ളൂ. നാൽപ്പാമ്പരാതി ഓയിലോ, അല്ലെങ്കിൽ അവരുടെ വരുന്ന പേഷ്യൻ്റെ കണ്ടീഷൻ, ചിലർക്ക് നടുവേദന ഉള്ളവരായിരിക്കും ചില അമ്മമാർ, അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ സ്കിൻ അലർജിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പിന്നെ ഈ ആഫ്റ്റർ ഡെലിവറി കെയർ അല്ലാണ്ട് പിന്നെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ പിന്നെ നമ്മൾ എല്ലാ ഡിസീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ബാക്ക് പെയിൻ, ലോ ബാക്ക് പെയിൻ, ഇപ്പൊ നമുക്കിപ്പോൾ UAE ഏറ്റവും കൂടുതലുള്ളതാണ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ. അപ്പോൾ ബാക്ക് പെയിൻ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ ഓരോ പാക്കേജുകളായിട്ടുണ്ട്, ഓരോരുത്തരുടെ സൗകര്യം. അതിനൊന്നും ഹോം സർവീസ് ഇല്ലേ? ഹോം സർവീസ് എല്ലാത്തിനും ഉണ്ട്. മെയിൽ ട്രീറ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഹോം സർവീസ് ചെയ്യാം. നമുക്ക് ഇവിടെ ലൈസൻസ് ഉള്ള തെറാപ്പിസ്റ്റ് ഉണ്ട്, അപ്പോൾ അവര് പോയിട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ, അപ്പോൾ ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇപ്പോൾ ക്ലിനിക്കിലേക്ക് എത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത് കൂടാണ്ട് ഇനിയിപ്പോൾ വേറെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ? ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ആയുർവേദ കോസ്മെറ്റോളജി. നമ്മളിപ്പോൾ പലതരം കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അത് സ്കിന്നിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഇപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അതായത് സ്കിന്നിന് പറ്റിയത്, ഓരോരുത്തരുടെയും ചർമ്മം വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്, അതേപോലെ തന്നെ അവരുടെ ചർമ്മവും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട്, ആയുർവേദ പ്യുവർ ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹെർബൽ ഫേഷ്യലിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡാൻഡ്രഫ്, ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ നമ്മൾ തലപ്പൊതിച്ചിൽ എന്നൊക്കെ പറയും. അതായത് മരുന്നുകൾ പലതരം അവരുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള മരുന്നുകൾ അരച്ചുണ്ടാക്കിയിട്ട് തലയിൽ വെച്ച്, തലയിൽ തേച്ച് വയ്ക്കുക. അതായത് ഹെന്നയൊക്കെ ചെയ്തു വെക്കുന്ന പോലെ കുറേ നേരം, 1 മണിക്കൂറോളം അതവിടെ ഇരിക്കും. അപ്പോൾ ഒരു ഹെയർ ക്യാപ്പ് ഇട്ടിട്ട് അവർക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഇവിടുന്ന് നമ്മൾ തെറാപ്പി ചെയ്ത് വിടും, ഹെയർ ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് പ്രശ്നമില്ല. പിന്നെ പലതരം, ഇപ്പം മുഖക്കുരു, അതായത് പിമ്പിൾ കെയർ ഉണ്ട്. അപ്പം മുഖക്കുരുവിന് ആവശ്യമുള്ള മരുന്നുകൾ അരച്ചിട്ട് അതിനുള്ള തെറാപ്പി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു സെഷൻ കൊണ്ട് മാറില്ല, അപ്പോൾ ഒരു 4-5 സെഷനെങ്കിലും വേണ്ടി വരും. അതേപോലെ ഹെർബൽ ഫേഷ്യൽ ആയാലും അങ്ങനെ തന്നെ ഓരോ മനുഷ്യനുള്ള വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യും. ആൻറ്റി ഡാൻഡ്രഫ് തെറാപ്പി. പിന്നെ ചിലർക്ക് ഈ മുഖത്ത് ഓരോ പാടുകളൊക്കെ വരുമല്ലോ, അത് ചിലപ്പോൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ ബ്ലഡ് എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും, ബ്ലഡ് ശുദ്ധിയല്ലാത്തത് കൊണ്ട്. അതിനനുസരിച്ച് ഇന്റേണലായിട്ട് മെഡിസിനും നമ്മൾ കൊടുക്കും, പുറമേക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. കൺസൾട്ടേഷനും മീൻസ് ആദ്യം നമ്മൾ വരുമ്പോൾ ആ പേഷ്യനെ കൺസൾട്ട് ചെയ്യും. അയാളുടെ നാച്ചുറൽ, ഇപ്പം നമ്മൾ ആയുർവേദം പറയുകയാണെങ്കിൽ വാദം, പിത്തം, കഫം, ഈ ത്രിദോഷ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ പ്രകൃതിയാണ്. വാദപ്രകൃതി ഉള്ള ഒരാൾ കയറി വരുമ്പോൾ അയാളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. പിത്തമാണെങ്കിൽ അയാളുടെ സ്കിന്ന് കുറച്ചും കൂടി, അതായത് ഒരു സ്നിഗ്ധാംശം ഉണ്ടാവും. കഫം ആണെങ്കിൽ ആള്
കുറച്ച് തടിച്ച ആളായിരിക്കും. പിന്നെ കഫപ്രകൃതിയാണെങ്കിൽ അയാളുടെ സ്കിന്നിനൊരു മിനുസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വാദപ്രകൃതിയാണ് മെയിനായിട്ട് ഡ്രൈനെസ് ആയിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ സ്കിൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഏത് മെഡിസിൻ, ഏത് മരുന്ന് കൂട്ടുകൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എൻ്റെ ഇപ്പോൾ സ്കിൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം? നിങ്ങളുടെ സ്കിന് ഏകദേശം വാദപിത്ത കണ്ടീഷനാണ്. വാദവും പിത്തവും കൂടി ചേർന്നിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അതായത് പ്രകൃതി ഏകദോഷം, ദ്വിദോഷം, ത്രിദോഷം അങ്ങനെ 3 രീതിയിലും വരും. അപ്പോൾ വാദം ഉണ്ട്, പിത്തം. കുറച്ച് ഡ്രൈയും ആണ്, കുറച്ച് ഗ്ലേസിങ്ങും ഉണ്ട്. ശരിയാണ്. ഓക്കെ. ഭയങ്കര ഡ്രൈ അല്ല, ഓയിലിയും അല്ല, ഡ്രൈയും അല്ല, അങ്ങനത്തെ. വാദവും പിത്തവും ഡോക്ടർക്ക് നേരെ കാണുമ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കാൻ പറ്റും. കാണുകയും ചെയ്യും. നമ്മൾ അനലൈസ് ചെയ്യും ഓരോരുത്തരെ. പിന്നെ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ വാദപ്രകൃതി ഉള്ള ഒരാൾ വന്നാൽ എപ്പോഴും ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കഫപ്രകൃതിയുള്ള ആളെ കണ്ടുപിടിക്കണം. അപ്പോൾ ആൾ വന്ന് ഉറക്കം തൂങ്ങിയിരുന്നോളൂ. ഒരു തണുപ്പൻ പ്രകൃതമായിരിക്കും. പക്ഷെ അങ്ങനെ മാത്രമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റില്ല. അയാൾ കഫമാണെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഡൈജഷൻ എങ്ങനെയാണെന്ന് വെച്ചാലും, പിത്തപ്രകൃതി ഉള്ള ആൾക്ക് എപ്പോഴും ചിലപ്പോൾ ഡൈജസ്റ്റീവ് പവർ ഒക്കെ കൂടുതലായിരിക്കും. വാദപ്രകൃതി ഉള്ള ആളുടെ ഓരോ രീതിയും വ്യത്യസ്തമാണ്. വാദവും പിത്തവും കൂടി ഉണ്ട്. വാദവും പിത്തവും ഉള്ളതായിട്ടാണ് എനിക്ക് ഒറ്റ തൊട്ടത്തിൽ തോന്നുന്നത്. പിന്നെ സ്കിന്ന് മൊത്തം നോക്കുമ്പോഴേ നമുക്ക് പിന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഓരോരുത്തരോട്. നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം? തണുപ്പാണോ ചൂടാണോ ഇഷ്ടം? ഇപ്പോൾ കറക്റ്റ് പിത്തപ്രകൃതി ഉള്ള ഒരാൾക്ക് എപ്പോഴും ഉഷ്ണമായിരിക്കും. അപ്പം അയാൾക്ക് ഒരു തരി ചൂട് പോലും താങ്ങാൻ കഴിയില്ല. അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു 10-30ഓളം ചോദ്യങ്ങൾ അതിലിങ്ങനെ ടിക്ക് ഇട്ട് പോയിട്ട് ആ ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ അത് മാർക്കിട്ട് നോക്കിയിട്ട് ഏതാണ് പ്രകൃതി എന്നുള്ളതിലേക്ക് എത്തിച്ചേരുക. അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ് ചെയ്യാം. അതിപ്പോൾ ഒരു ബാക്ക് പെയിൻ ആയാലും ശരി, നമ്മൾ ആ പേഷ്യൻ്റ് അപ്പോൾ നമ്മളൊരു പനി വന്നാൽ എല്ലാവർക്കും പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെയല്ല ആയുർവേദത്തിൽ. ഒരു പനിയായിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ ആ പേഷ്യൻറ്റിന് ഒന്നെങ്കിൽ അയാൾക്ക് അമൃതോത്തരം കഷായമാണോ അല്ലെങ്കിൽ അരിഷ്ടമാണോ, ഏത് കഷായം ആ പനിക്ക് കൊടുക്കണം എന്നുള്ളത് അയാളെ കണ്ടിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മരുന്നുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ അതോ? ഇല്ല, നമ്മൾ കൊണ്ടുവരുന്നതാണ് അല്ലേ. ഈ ആഫ്റ്റർ ഡെലിവറി കെയറിനുള്ള മരുന്നുകളൊക്കെ അതെല്ലാം ഇപ്പോൾ ഒന്നെങ്കിൽ പേഷ്യന്റിനെ വീട്ടിലുണ്ടാക്കാം. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു 7 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ തന്നെ അറിയാലോ ഡെലിവറി ഇവിടെ നിന്നാണെങ്കിൽ അവർക്ക് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. പലരുടെ അമ്മമാരെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കി വരാം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മരുന്നുകളും നമുക്ക് ഈ രാജ്യത്ത് തന്നെ കിട്ടും. എല്ലാ മെഡിസിൻസും ഇവിടെ ഉള്ളത് ഈ ഉഴിച്ചില് അങ്ങനെ മീൻസ് ആഫ്റ്റർ ഡെലിവറി കെയറാണ് ചോദിച്ചത്. അത് അമ്മനെയും കുട്ടീനെയും ഉള്ള എല്ലാ തരം. ഇപ്പോൾ ഉഴിച്ചിലുണ്ടാവും, കിഴിയുണ്ടാവും, സ്റ്റീം അങ്ങനെ എടുക്കില്ല, കാരണം ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഉള്ളതല്ലേ. അല്ല, ഈ മരുന്നുകളൊന്നും അല്ലല്ലോ, ഈ കഴിക്കുന്ന മരുന്ന് ആ ട്രീറ്റ്മെന്റ് അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. കഴിക്കുന്നത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും, കാരണം ഉള്ളിലേക്കും കഴിക്കണമല്ലോ. ആദ്യത്തെ ദിവസം ഇപ്പൊ ഗർഭാശയ ശുദ്ധി വരുത്താനായിട്ട് ആദ്യത്തെ ഒരു 3 ദിവസം ഒരു മരുന്ന് കൊടുക്കും. പിന്നെ നമ്മൾ ദഹനം, അതായത് നമ്മൾ അഗ്നി കുറച്ച് കുറഞ്ഞിരിക്കുകയായിരിക്കും, ഡൈജസ്റ്റീവ് പവറൊക്കെ. അപ്പം നമ്മൾ അത് കൂടാൻ ഒരാളുടെ വിശപ്പ്, കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാനുള്ള മരുന്നുകൾ, അരിഷ്ടങ്ങൾ കൊടുക്കും. പിന്നെ നമ്മൾ കഷായത്തിലേക്ക് പോകും. പൊതുവെ മലപ്പുറം ആ ഒരു വടക്ക് ഭാഗത്ത് നമ്മൾ കണ്ടുവരുന്നത് വാരി വലിച്ച് മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ്. അതായത് ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കുന്നതാണ്. ആവശ്യത്തിൽ കൂടുതൽ നെയ്യും ലേഹ്യവും എല്ലാം കൂടി കഴിച്ച ഓരോരുത്തർ കാണാൻ വരുമ്പോൾ ഒരു കെട്ട് ലേഹ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന സ്ഥിതിക്ക് കഴിക്കാന്ന് വെച്ച് കഴിക്കുന്നവരാണ്. അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. ഇപ്പോൾ പൊതുവെ ആ ഒരു രീതി കൊണ്ടായിരിക്കും ഇപ്പോൾ പൊതുവെ അലോപ്പതി അല്ലെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ പറയുന്നത് പ്രസവിച്ച് കഴിഞ്ഞാൽ ആയുർവേദ തെറാപ്പികൾ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും നമ്മളത് അംഗീകരിക്കുന്നില്ല. കാരണം വ്യക്തമായ, അതായത് ശാസ്ത്രീയ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ അത് ആ രോഗിയുടെ ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുക. അതായത് വൈദ്യനിർദ്ദേശം ഇല്ലാതെ സ്വയം ചികിത്സ വരുത്തി പലരും അപകടത്തിലേക്ക് പോകുമ്പോഴാണ് മറ്റു ഡോക്ടർമാർ കാണുമ്പോൾ ആയുർവേദം കഴിച്ചു എന്ന് പറയും. അപ്പോൾ അവർ പറയും ഇനി അത് കഴിക്കരുതെന്ന്. അല്ലാതെ ശരിയാണ്, കാരണം ഓരോരുത്തരും ഡെലിവറി ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാവർക്കും ഒരേ മരുന്നാണ്, ഒരേ രീതിയിലാണ് എല്ലാവരും ആരും ഒന്നും എടുക്കുന്നില്ല. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ വ്യക്തമായൊരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആയുർവേദ മരുന്ന് കൊണ്ട് ഒരു ദോഷം ഒരാൾക്കും ഉണ്ടാവില്ല. അത് എടുക്കേണ്ട രീതിയിൽ എടുക്കാതിരിക്കുമ്പോഴാണ് ഒരേപോലെയാണ്. ഓരോ രോഗി ഓരോ മനുഷ്യനും വ്യത്യസ്തമല്ലേ. അപ്പൊ അവരുടെ ദഹനശക്തി, ഒരാളുടെ ദഹനശക്തി ആവില്ല ഒരാൾക്ക്. ഇപ്പൊ ഒരാൾക്ക് അരിഷ്ടം കുടിച്ചാൽ അസുഖം മാറുമെങ്കിൽ ഒരാൾക്ക് അരിഷ്ടം കുടിച്ചാൽ നെഞ്ചരിച്ചിൽ കൂടുക ചെയ്യാം. അപ്പൊ അയാൾക്ക് അരിഷ്ടം പറ്റില്ല, അയാൾക്ക് നമ്മൾ കഷായത്തിലേക്ക് മാറണം. അങ്ങനെ ഓരോ ഇപ്പൊ എല്ലാവർക്കും അരിഷ്ടം കുടിക്കണമെന്നുള്ള നിർബന്ധമില്ല. ഒരു പ്രസവിച്ച ഒരു ലേഡിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിലും പുളിച്ചത് കേട്ടല് പ്രശ്നമുണ്ട്, അരിഷ്ടം കഴിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അരിഷ്ടം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഓരോ രീതിയാണ് ഓരോരോ. അതായത് ഒരു വൈദ്യ നിർദ്ദേശം കഴിച്ചിട്ട് പോകുന്നത് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോഴും അവർ പറയും ഇത് നിർത്താൻ പറയും. മീൻസ് അപ്പൊ അത് റീസൺ
അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അത് ഇപ്പൊ ശരിക്കും ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിട്ട് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട്. പിന്നെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്, ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ പേഷ്യൻസ് വന്നിട്ട് പറയും കഷായം കുടിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ചെടികളും പച്ചക്കറികളും മെഡിസിനൽ പ്ലാന്റ്സും ആ ഒരു ആംബിയൻസ് ആണ് കൂടുതലായിട്ടും നമ്മളങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹാബിറ്റേറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഷംസുക്കയുടെ കേട്ടോ ഈ ഒരു സ്ഥാപനം. ഷംസുക്കയുടെ എല്ലാ സ്ഥാപനങ്ങളിലും പച്ചക്കറികളും കൃഷിയും ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. മാം ഇവിടെ കുറെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ്? ഇത് യൂക്കാലിപ്റ്റസ്. ഇത് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ ഇതൊന്നും മണത്ത് വെക്കും. നല്ല നമ്മൾ ഈ വിക്സ് ഒക്കെ കഴിക്കുന്ന യൂക്കാലി നമ്മൾ പണ്ടൊക്കെ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ അത് ഒഴിച്ചിട്ട് ആവി പിടിക്കുകയല്ലേ ചെയ്യുക. അതിൽ നല്ലത് ഈ ഇല പറിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചാൽ പെട്ടെന്ന് ജലദോഷമായാലും കഫരോഗങ്ങളെല്ലാം മാറാൻ നല്ലതാണ്. ഇതിൽ ഇത് കുളിക്കുന്നതും നല്ലതാണ്, ഇതിട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ. ഇത് ഉങ്ങ് കരഞ്ചം എന്നാണ് സംസ്കൃതത്തിൽ പറയാ. അതായത് നമുക്ക് ആയുർവേദത്തിൽ കരഞ്ചാധികൃതം അങ്ങനെ കുറെ മരുന്നുകളുണ്ട്. ആയുർവേദത്തിൽ മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നമ്മൾ ആയുർവേദത്തിൽ ഔഷധങ്ങൾ ഔഷധത്തിൽ നമ്മൾ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ശംഖുപുഷ്പം ഇതിന്റെ പൂവ് പറിച്ചിട്ടിട്ട് ഒരു കാപ്പി കുടിക്കാറില്ലേ, ഒരു വയലറ്റ് കളറിൽ. അത് അതായിരിക്കും ആ വയലറ്റ്, ശംഖുപുഷ്പമാണ്. വയലറ്റ് ഇവിടെ പൂവൊക്കെ കരിഞ്ഞു എടുക്കുന്നുണ്ട്. ഇതാണ് അല്ലേ? കുറച്ച് സമയം ഇട്ട് വെക്കുമ്പോഴേക്കും അതൊരു വയലറ്റ് കളറാവും. ഇതാണ് ശംഖുപുഷ്പം. അതെ അതെ. അപ്പൊ അതും ഇതും ഡിഫറെന്റ്. ഞാൻ ആ നീല കണ്ടപ്പോൾ വിചാരിച്ചു അതായിരിക്കും. അപ്പൊ ഇതിന്റെ പൂവും ലീഫും ഒക്കെ എടുക്കും. ഇതിന്റെ പൂവ് പൂവാണോ മെയിൻ? നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പോഴേക്കും ആ നിറമാവും. അത് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്, രക്തശുദ്ധിക്കും എല്ലാം നല്ലതാണ്. ഇത് പനിക്കൂർക്ക. പനിക്കൂർക്ക പേര് തന്നെ ഉണ്ടല്ലോ. നമ്മള് പനി ജലദോഷമൊക്കെ വരുമ്പോ പിന്നെ പറയണത് ഇത് മാത്രമാണ്, ഇതും തുളസി. അതെ അതെ. നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതിന്റെ നീര് പിഴിഞ്ഞിട്ടിട്ട് ഇങ്ങനെ നെറുകയില് ആക്കി വെച്ചാൽ ഈ കഫം, അതായത് നീരിറക്കം അതെല്ലാം മാറും എന്നാണ് പഴമക്കാര് പറയുന്നത്. നമ്മളിത് വാട്ടിട്ട് അത് പിഴിഞ്ഞിട്ട് കുടിക്കാറുണ്ട്. തേനും ചേർത്ത് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് കീഴാർനെല്ലി. കീഴാർനെല്ലി നമ്മൾ അറിയാലോ, സമൂലം ഇടിച്ച് പിഴിഞ്ഞ്. ഇതാണ് കീഴാർനെല്ലി. ഓക്കെ. സമൂലം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിക്കുന്നത് നമ്മൾ കീഴാർനെല്ലി കരൾ സംബന്ധമായ അസുഖത്തിന് നല്ലതാണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ്, മൂത്രത്തിൽ കല്ല് അതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് സമൂലം ഇടിച്ച് പിഴിഞ്ഞ്, അതായത് അത് വേരോടെ പിഴുതെടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് അത് ചതച്ച് അതിൻ്റെ നീരെടുക്കുക, ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ഔഷധങ്ങളിൽ കൂട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ലൊക്കേഷൻ വരുന്നത് അജ്മാനിലെ റുമൈലയിൽ കോണിഷ് ടവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വില്ല നമ്പർ 7 ഒരുപാട് കാലമായിട്ട് കേട്ട ഒരാളാണ്, കറക്റ്റ് സമയത്താണ് വന്നത്. സന്തോഷം. അപ്പോൾ ഇതാണ് ഷംസുക്ക. ഒരുപാട് നാളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പേരാണ്, വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്, അറിയുന്ന പേരാണ്. ഒരുപാട് റിവ്യൂസ് ഞാൻ ഇവരുടെ ചെയ്തിട്ടുണ്ട്. ഷംസുക്കാൻ്റെ വൈഫ് ത്രൂ ആണ് ഷംസുക്ക എന്നെ അറിയുന്നതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വ്യൂവേഴ്സ് ത്രൂ ആണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് വരുന്നത്. ഷംസുക്കാൻ്റെ വൈഫിൻ്റെ പേര് ജസീലത്ത. മോനാണ് ബാക്കിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത്. ഒരു മോനും കൂടിയുണ്ട്, മൂത്തൊരു മോളുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളാട്ടോ ഇവർ രണ്ടുപേരും. പല പല കാരണത്താൽ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ വീട്ടിലോട്ട്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആയുഷ് കോട്ടക്കൽ, അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ വീട്. അപ്പം എന്നോട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ഷംസുഖാൻ്റെ വൈഫ് ജസീലത്ത ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവരെ പറ്റി പറയുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫാമിലിയാണ്. മക്കളാണെങ്കിലും അതെ, എനിക്കെന്താ പറയാൻ വാക്കുകളില്ല. കുറേ എനിക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ, അവരുടെ ഫാമിലുണ്ടായ മാങ്ങ ഒക്കെ ഇപ്പോഴും ആ ഒരു ടേസ്റ്റൊക്കെ വായിലിരിപ്പുണ്ട്. എന്തോ പറയണമെന്നറിയില്ല. ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഷംസുക്കൊക്കെ ആണെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ട്, പെസ്കാഡോ റെസ്റ്റോറൻറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് സ്കൂളിലാണ്
സ്കൂളിലാണ് റീനു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോസും റീനും മുമ്പ് ഉണ്ടായിരുന്നത് ഹാബിറ്റേറ്റ് സ്കൂളിലായിരുന്നു, അവിടെ ഉമ്മൽക്കുവേൻ. അങ്ങനെ പിന്നെ ഫാമുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. പക്ഷേ ആൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതുപോലെ തന്നെ വൈഫും. പിന്നെ അവർ ഈ വീട് അവരിവിടെ UAE ഉണ്ടാക്കിയ വീടാട്ടോ. അതാണ് നമ്മുടെ നാട്ടിലൊരു സ്റ്റൈലിൽ ഉണ്ടാക്കിയത്. ഇവിടെ വന്ന ശേഷമാണ് അത്ര ഇവരിവിടെ ഈ മരങ്ങൾ വരെ പിടിപ്പിച്ചിട്ടുണ്ട്. ഷംസുക്കയുടെ വീട് സ്ഥാപനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും മരങ്ങൾ, പച്ചപ്പ് കുറേ കാണാൻ പറ്റും. അത് ഒരു നാട്ടിലൊരു വൈബായിരിക്കും വീട്ടിലും സ്ഥാപനങ്ങളിലൊക്കെ. അത് ഹാബിറ്റാറ്റ് സ്കൂളിൽ ഞാനന്ന് വീഡിയോ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഫുൾ കൃഷിയും പച്ചപ്പും നല്ല കിളികളുടെ ശബ്ദവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെയും അത് എനിക്ക് കാണാൻ പറ്റി. ഇത് ഷംസുക്കയുടെ മൂത്ത മോളാട്ടോ. മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ UAE തന്നെയാണ്. പിന്നെന്താ, താഴെ ഈ വില്ലയിൽ താഴെ 3 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ വിശാലമായി കിടക്കുകയാണ് വില്ല. ഞാനിങ്ങനെ വില്ല ടൂറൊന്നും അല്ല എടുക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ എനിക്കിങ്ങനെ കാണിച്ചു തരുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്കെന്തോ ഇത്തനോട് സംസാരിക്കുമ്പോൾ, ജസീലത്തിനോട് സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിൽ അറിയുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നത്. നമ്മൾ ശരിക്കും കുറച്ച് നേരത്തേക്ക് ഞാൻ നാട്ടിൽ പോയി വന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. നാട്ടിൽ ആരോ കണ്ടു, അങ്ങനെ നാട്ടിലൊരു വീട്ടിൽ പോയി, അങ്ങനത്തെ ഒരു ഫീലാണ്. ശരിക്കും നാട്ടിൽ വീടുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാനാണെന്ന് തോന്നുന്നു ഈ ഒരു വീട് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയത്. കാരണം ഒരു ഓരോ ഇതിൻ്റെയും എൻട്രിയും എക്സിറ്റൊക്കെ നല്ലൊരു ഇതിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു സ്വിമ്മിംഗ് പൂളിന് എൻട്രി 2 സൈഡിൽ നിന്ന് എൻട്രി ഉണ്ട്. അതിന് നടുക്കാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഇത് കിച്ചണിൻ്റെ ഭാഗത്താണ് ഈ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. കിച്ചൺ ഡൈനിങ്ങിൻ്റെ ഭാഗത്താണ്. അങ്ങനെ പിന്നെന്താ, മുകളിലോട്ട് പോവാണ്, ലിഫ്റ്റും ഉണ്ട്, ഇങ്ങനെ സ്റ്റേഴ്സ് കയറിയിട്ടും പോവാം. ഷംസൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ വീഡിയോ എടുക്കാൻ നടക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്, പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിചാരിച്ച ഞാൻ മനസ്സിൽ വിചാരിക്കും നമ്മൾ അത്രയും ഇതിലുള്ള ഒരാൾ അത്രയും സിമ്പിളായിട്ടാണ് സംസാരിച്ചത് കേട്ടോ. എനിക്കിതൊക്കെ കാണിച്ചു തന്നു, വീടൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ പിന്നെ ഇത്താടെ ഫേസ് അങ്ങനെ അധികം വീഡിയോയിൽ കാണിക്കണ്ടെന്നുള്ളത് ആദ്യം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്കെന്തോ ഭയങ്കര ജസീലത്ത് ത്രൂ ആണ് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇവരുടെ തന്നെ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളും ഞാൻ ചെയ്തതും ഒക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ്ഫുൾ ഒരു ലേഡിയാണ് കേട്ടോ ജസീലത്ത. ഇത് ജസീലത്തയുടെ ജിം ഏരിയ ആണ്. ജിമ്മിന് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ജസീലത്തൊക്കെയായിട്ട് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുള്ള ഒരു ജിമ്മിനായിട്ടുള്ളൊരു സ്പേസാണിത് കേട്ടോ. താഴെ 3 റൂമും മുകളിൽ 3 റൂമോ 2 റൂമോ എനിക്ക് ഓർക്കുന്നില്ല. പിന്നെ ഒരു ഹോം തിയേറ്റർ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ജിം ഏരിയ, പിന്നെ ഹാള്, അങ്ങനെ. പിന്നെ മോൻ്റെ റൂം മോനിപ്പം എണീറ്റ് പോയുള്ളൂ. മോനിപ്പോൾ ജിമ്മിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം അകത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വില്ല കിടക്കുന്നത്. നല്ല അടിപൊളി വില്ലയാണ്. അവരിപ്പോൾ വേറെ വില്ലയിലോട്ട് ഷിഫ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. വേറെ പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ UAEയിൽ നമ്മൾ വില്ല എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴെ റൂംസിലൊന്നും കിട്ടില്ല. അപ്പോൾ ഇവരിവിടെ ഉണ്ടാക്കാൻ മെയിൻ റീസൺ ഇവർ പറഞ്ഞത്, താഴെ റൂം വേണമെങ്കിൽ നമുക്ക് താഴെ റൂംസ് ആണല്ലോ നമ്മളുടെ നാട്ടിലെ പോലെ വേണമെന്ന് ആയതുകൊണ്ടാണ് അവർ ഇവിടെ വീട് ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു വീട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങുമ്പം ലിഫ്റ്റിലാണ് ഇറങ്ങിയത്. അപ്പം ഇതാണ് വീടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ. പുറത്തുനിന്ന് വീട് കാണൂല, അത്രയും മരങ്ങൾ. അത് ഷംസുക്കെ ഇവിടെ വീട് ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ വെച്ച് പിടിപ്പിച്ച മരങ്ങളാട്ടോ. അവർ വന്ന ശേഷം വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ്. അപ്പോഴേക്കും ഇക്കും റൂഹിമോളും കൂടി എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്തോ വല്ലാത്തൊരു സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു അന്ന് കേട്ടോ. കുറേ നാളായിട്ട് പരിചയമുള്ള ആൾക്കാരെ കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ടല്ലോ. അതും അവരുടെ ആ ഒരു സംസാരം കൂടി ആയപ്പോൾ എനിക്ക്
ഭയങ്കര സന്തോഷമായി. അപ്പം റൂമിൾക്ക് ചോക്ലേറ്റൊക്കെ മോൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ചെറിയ മോനാണിത്. പിന്നെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ, വീട്ടിലല്ല ഫാമിലുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ കുറച്ച് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് എനിക്ക് മാങ്ങ ഒക്കെ കൊടുത്തയച്ചിരുന്ന ആളാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഫാമിൽ നിന്നും മാങ്ങ കൊടുത്തയക്കാറുണ്ട് മാങ്ങയുടെ സീസണിൽ. ഒക്കെ ജസീലത്തെ കൊടുത്തയക്കുന്നതാണ്. ഒരുപാട് സന്തോഷം. പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് എന്നും ഈ ഒരു ബന്ധം നിലനിർത്തി തരട്ടെ. ആമീൻ.